ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം ഉണർന്നിരിക്കുകയാണ്. ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ രാവിലെ മുതൽ തന്നെ ഈ താൽക്കാലിക കൗണ്ടറിന് മുന്നിൽ നീണ്ട നിരയാണ്. മത്സരത്തിന് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയാതിരുന്നവർക്കായി ഒരു താൽക്കാലിക കൗണ്ടർ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന് മുന്നിൽ വലിയ ഒരു ക്യൂ ആണ് രാവിലെ മുതൽ തന്നെ ഉള്ളത്. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഇന്ന് മത്സരം കാണാനായി എത്തിയിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ 6 മാസത്തിനു ശേഷം ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടെ ഇന്ത്യയുടെ പവർ പാക്ക് ടീം തന്നെയാണ് ഇറങ്ങുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ഒക്കെ അടങ്ങുന്ന ഇന്ത്യയുടെ സ്റ്റാർ ലൈനപ്പ് തന്നെയാണ് ഇന്നത്തെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പരിക്കിന് ശേഷം ഋഷഭ് പന്ത് വീണ്ടും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ടെസ്റ്റിലൊക്കെ ഋഷഭ് പന്ത് നടത്തുന്ന പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ആവേശകരമായ ഒരു മത്സരത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ചെന്നൈയിലെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ചെന്നൈയിലെ പിച്ച് ഫാസ്റ്റ് ബോളിങ്ങിനെ തുണയ്ക്കുമെന്നാണ് അവസാന നിമിഷം കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിരയിൽ 3 പേസർമാരുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊന്ന് ജസ്പ്രീത് ബുംറ തന്നെയായിരിക്കും, 2 മുഹമ്മദ് സിറാജ് ആയിരിക്കും, 3ാമത് അവിടെ ആകാശ് ദീപിനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെ 3 പേസർമാരുമായി ഇന്ത്യ കളിക്കുകയാണെങ്കിൽ ജഡേജയും ഒപ്പം തന്നെ അശ്വിനും എന്നുള്ള നിലയിലായിരിക്കും ഈ സ്പിൻ ബൗളിങ്ങിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ബൗളിംഗ് നിര അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും ഒപ്പം നിരവധി മികച്ച ബാറ്റർമാർ അടങ്ങുന്ന ഒരു നിര കൂടി ഇന്ത്യക്കുണ്ട്. അങ്ങനെ വളരെ മികച്ചൊരു മത്സരത്തിലേക്ക്, വളരെ ആവേശകരമായ ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബംഗ്ലാദേശ് നിരയെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അവർ പാകിസ്ഥാനെ തോൽപ്പിച്ചാണ് എത്തുന്നത്. കഴിഞ്ഞ ടൂർണമെൻറ്റിൽ 2-0 പാകിസ്ഥാനെ തോൽപ്പിച്ചെത്തുന്ന ബംഗ്ലാദേശ് ടീം അവരുടെ പേസ് ബോളിംഗ് നിരയും ഒപ്പം തന്നെ സ്പിൻ നിരയും ഒക്കെ മികച്ച ഫോമിലാണ്. അത് ഇന്ത്യക്കൊരു തലവേദനയാകുമോ, ഷാൻഡോയും സംഘവും ഇന്ത്യക്ക് തലവേദനയാകുമോ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഇന്ത്യക്ക് അനുകൂലമാകുന്ന ഘടകമെന്നാൽ ഇന്ത്യയെ ടെസ്റ്റിൽ ഒരിക്കൽ പോലും ബംഗ്ലാദേശ് തോൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെയും ബംഗ്ലാദേശിന് അതിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല പല അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഏതാണ്ട് വിജയത്തിന് അടുത്തെത്തി നിൽക്കെ ബംഗ്ലാദേശിൻ്റെ അടുത്തു നിന്ന് ആ മത്സര ബലം പിടിച്ചു വാങ്ങുക അല്ലെങ്കിൽ ജയിച്ചു കയറുക എന്നുള്ളതാണ് ഇന്ത്യ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. അത് ഈ മത്സരത്തിലും ആവർത്തിക്കുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പിന്നർമാരും ഒപ്പം തന്നെ ബംഗ്ലാദേശ് ബാറ്റർമാരും തമ്മിലുള്ളൊരു പോരാട്ടം, അല്ലെങ്കിൽ ഇന്ത്യൻ ബൗളേഴ്സും ബംഗ്ലാദേശ് ബാറ്റർമാരും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന നിലയ്ക്കായിരിക്കും ഈ മത്സരത്തിനെ വിലയിരുത്താൻ കഴിയുക. ടോസ് നേടുന്ന ടീം തീർച്ചയായിട്ടും ബൗളിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. പക്ഷേ അത് ഇന്ത്യ ഒരുപക്ഷെ തങ്ങളുടെ ബാറ്റിങ്ങിൽ അമിത വിശ്വാസം കാട്ടി, അല്ലെങ്കിൽ അതൊരു ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമോ എന്നുകൂടി കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഏറെ പ്രത്യേകതകളുള്ള മത്സരം, ആ മത്സരത്തിന് വേണ്ടി ചെപ്പോക്ക് സ്റ്റേഡിയം ഒരുങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.